നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം. 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വിട്ടുകളയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റീഡിങ് റെസനേറ്റ് ആവുകയാണെങ്കിൽ 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. 6 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവോടുകൂടി ഇരിക്കുക. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വളരെ പോസിറ്റീവോടുകൂടി ഇരിക്കുക, പോസിറ്റീവോടുകൂടി ചിന്തിക്കുക. ദ സൺ കാർഡ് വന്നിട്ടുണ്ട്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരവും യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരും. ഒരു പ്രശ്നത്തിൽ ഇട്ടേച്ച് യൂണിവേഴ്സ് നമ്മളെ പോകത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു കർമ്മ ഒക്കെ ആയിരിക്കാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ ജന്മത്തോ ഒക്കെ ഈ ജന്മത്തോ ഒക്കെ ചെയ്തു പോയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു വിഷമം കൊണ്ടായിരിക്കാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കർമ്മയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മോശ സമയം വരുമ്പോഴൊക്കെ നമുക്ക് അനുഭവിക്കുന്നത്. എന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ത്രെഡിലോട്ടൊന്ന് പോവാം. ഇന്നത്തെ ത്രെഡായിട്ട് കിട്ടിയേക്കുന്നത് 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 6 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ശത്രുദോഷം ഉണ്ട്. അതിൽ നിന്ന് ഒരു ശത്രുവുണ്ട്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അവർ ഇടവും വലവും തിരിയാതെ നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ തിരിഞ്ഞു പോയിട്ട് പിന്തുടർന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ശത്രുദോഷമായിരിക്കാം, ശത്രുക്കളായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങളെ പേഴ്സണെ പിന്തുടർന്ന് അവർ അതിൽ നിന്ന് തിരിഞ്ഞു പോവാൻ ശ്രമിച്ചിട്ട് അതിൽ നിന്ന് പിന്തുടർന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അവർക്ക് മൊത്തത്തിൽ നിരാശയാണ്. അവർക്കൊരു ഹാങ്ഡ് മാൻ പറയുന്ന ഒരു ചിന്തയാണ്. അവർ ഇതിൽ നിന്ന് എന്താണ് ഇതിൽ നിന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ട് തന്നെ പോകണം. അവർ മുന്നോട്ട് തന്നെ കുതിച്ചു പോകും. അവരിതിൽ നിന്ന് രക്ഷപ്പെടും. അവരിതിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. ഇത് വേൾഡ് കാർഡ് പറയുന്നത് ഒരു സക്സസ്സിൽ തന്നെ എത്തും. പുതിയൊരു സൂര്യൻ, പുതിയൊരു ഉണർവുണ്ടാവും, പുതിയൊരു ഉദയം അവരുടെ ജീവിതത്തിലുണ്ടാവും. ദ സൺ കാർഡാണ് വന്നേക്കുന്നത്. ഒരു പുതിയൊരു ഉദയം അവരുടെ ജീവിതത്തിലുണ്ടാവും. ഇതിൽ നിന്നെല്ലാം അവർ മറികടക്കും എന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും ഒരു സമാധാനമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സമയദോഷമുണ്ട്. ഇപ്പം സമയദോഷത്തിൻ്റെ ഒരു സമയമാണിപ്പോൾ. ശത്രുദോഷമുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ശത്രുദോഷം കൊണ്ടായിരിക്കാം. അപ്പം ഒരു സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി. അപ്പം അതിൽ നിന്ന് മറികടക്കാനുള്ളൊരു പരിഹാരം നിങ്ങളുടെ വ്യക്തി തന്നെ കണ്ടുപിടിക്കും. അതിൽ നിന്ന് കുതിച്ചു പോരും, മുന്നോട്ട് തന്നെ പോവും. നല്ല രീതിയിൽ സക്സസ് ആവുകയും ചെയ്യും. പുതിയൊരു ഉണർവ്, പുതിയൊരു ജീവിതം, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ഉണ്ടാവുകയും ചെയ്യും. ഒരു സക്സസ് ഉണ്ടാവുകയും ചെയ്യും. ഇത് സൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മറികടന്ന് പോവും. അപ്പം ഒരു ശത്രുദോഷം ഉണ്ടെങ്കിൽ, ഒരു ശത്രുദോഷത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ടുള്ളൊരു വഴിയെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതും ഒരു ശത്രുവാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുന്ന ഒരാളാണല്ലോ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ. അതൊരു ശത്രു തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു റിക്കവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക, വളരെ നല്ലതാണ്. അവിടെ പോയി പാനക വഴിപാട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് ശത്രുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണിൽ കാണിച്ചു തരികയും ചെയ്യും. ആ ശത്രു നമ്മളിൽ നിന്നും
ഭഗവാൻ തന്നെ ഒഴിവാക്കി വിടുകയും ചെയ്യും. ഒരു പാനക വഴിപാടെന്ന് പറഞ്ഞ ഒരു വഴിപാടുണ്ട്. കേരളത്തിൽ തന്നെ 1-2 ക്ഷേത്രങ്ങളെങ്ങാണ്ടേ ഉള്ളൂ നരസിംഹസ്വാമിയുടേത്. അത് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെയുണ്ട്. ഇവിടെ നമ്മൾ കേരളത്തിനകത്ത് പിന്നെ 1-2 ക്ഷേത്രങ്ങളേ ഉള്ളൂ എനിക്കറിയാവുന്നൊരു ക്ഷേത്രം അതാണ്. പിന്നെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കുരുതി പുഷ്പാഞ്ജലി നടത്തുന്നതും ഒക്കെ നല്ലതാണ്. ചാന്താട്ടമൊക്കെ നടത്തുന്നത് ശത്രു സംഹാരത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഈ ഒരു ദോഷങ്ങളിൽ നിന്നെല്ലാം മറികടക്കാനായിട്ട് വളരെ നല്ലതാണ്. അത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ അത് പോയി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോകുന്നവരാണെങ്കിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോയി മധ്യസ്ഥ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള അഴിയാതെ കിടക്കുന്ന കുരുക്കുകളെല്ലാം അഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. വളരെ ശക്തിയേറിയ ഒരു ഇതാണ് മാതാവ്, കുരുക്കഴിക്കുന്ന മാതാവെന്ന് പറയുന്നത്. എല്ലാവർക്കും പോവാം, ഞാൻ പോവാറുണ്ട്, മാതാവിൻ്റെ അടുത്തും പോവാറുണ്ട്, പിന്നെ ക്ഷേത്രങ്ങളിലും പോവാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ മാതാവിനെയും നല്ലതായിട്ട് ഈശോപ്പച്ചനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ശത്രു സംഹാരത്തിനും തേർഡ് പാർട്ടി റിമൂവലിനും ഒക്കെ വളരെ നല്ലതാണ് ഇത്. ഭഗവാനെ ഒരു നരസിംഹസ്വാമിയെ നല്ലതായിട്ട് പോയി ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പാനക വഴിപാട് ചെയ്യുന്നതും ഒക്കെ ഏറ്റവും ബെറ്ററാണ്. ആ ഒരു ശത്രുവിനെ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റും. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ അതിലും വലിയൊരു മൂർച്ചയുള്ളൊരായുധം ഇല്ല. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും ജപവും ഒക്കെ മുടക്കരുത്. നമഃശിവായ മന്ത്രവും നാരായണ മന്ത്രവും ഒക്കെ ചെല്ലണം. നിത്യവും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതൊക്കെ ചെയ്ത് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവും. നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. കുതിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ മറികടക്കും. നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവും. പുതിയൊരു ഉണർവ്, പുതിയൊരു ഉദയം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മറികടക്കാനുള്ള ഒരു പരിഹാരം വഴികളാണ് ഞാൻ പറഞ്ഞു തന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക, നമ്മളെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. നമ്മളെ വീടാണ് ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ ആ ഒരു ശക്തിയെ ഉണർത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയും ജപവും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഒരു ശത്രുവും നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറത്തതുമില്ല. അതൊക്കെ നിഷ്പ്രഭമായി പോവും നമ്മളുടെ ഒരു ശക്തിയെ ഉണർത്തുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ഒരു ശത്രു ആയാലും നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറില്ല. അപ്പോൾ ഒരു സക്സസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.